Okay, good morning. Okay, all of you mark the attendance. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്ഷരമാല സോങ് ഒക്കെ കണ്ടു അല്ലേ? എല്ലാവരും അക്ഷരമാല ഓർമ്മയുണ്ടോ? മലയാളത്തിലെ ആൽഫബറ്റ്സ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നമ്മൾ ഇറുവരെയുള്ള അക്ഷരങ്ങൾ പഠിച്ചു, എയും പഠിച്ചു അല്ലേ? അപ്പൊ ഏതൊക്കെയാ മക്കളെ പഠിച്ചത്? ആ ആ ഇ ഈ ഉ ഊ ഇറ് എ അല്ലേ? ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത് മലയാളത്തിൽ. ഓക്കെ, അത് വെച്ച് കുറച്ച് പദങ്ങളും പഠിച്ചു അല്ലേ? ഇന്നലത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇല്ലേ ഹർഷാലേ? ഹർഷാലിന് ഇങ്ങനെ ചിരി വരുന്നുണ്ടല്ലേ ഹർഷാലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഏതൊക്കെയാ പറഞ്ഞത്? ഓക്കെ, നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര, എലിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 80. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഏതാ? 18, പേജ് നമ്പർ 18. ഏതാണ്? എ അല്ലേ? എ എന്ത് പറ്റി സായൊക്കെ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ, അപ്പൊ എ എന്നാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ ഇന്നലെ നമ്മൾ ആൽഫബറ്റ് സോങ് കണ്ട സമയത്ത് അതിൽ എ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആയും ആയും ഈ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഓ, അപ്പോ എ എന്ന അക്ഷരമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കണ്ടോ എന്താണ് പിക്ചറിലുള്ളത്? ഫസ്റ്റ് വൺ എന്താണ് പിക്ചറിലുള്ളത്? എന്താണ് മാനവേ? ഏണി അല്ലേ? ഏണി, ലാഡർ അല്ലേ? എന്താണ് ഇംഗ്ലീഷ് പറയാ? ലാഡർ. ഏണി, ഏണി അല്ലേ? ഫസ്റ്റ് വൺ ഏണി. ഏണി എന്തിനൊക്കെയാ ഉപയോഗിക്കുക നമ്മള്? ജാനകി, മനു, ഏണി. ഈ ലാഡർ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ഉപയോഗിക്കാറില്ലേ? ജാനകി ചോദിച്ചോ? ജാനകി ഏണി എന്തിനാ ഉപയോഗിക്കുക? ജാനകി പറയുന്നില്ല കേട്ടോ അല്ലേ ജാനകി? നെക്സ്റ്റ് ഋഷിദേവ്, എന്തിനാ ഉപയോഗിക്കുന്നത് ഋഷിദേവേ? ഏണി, ലാഡർ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക അല്ലേ? മുകളിലേക്കെല്ലാം നമുക്ക് കേറണമെങ്കിൽ എന്ത് നമ്മൾ ഉപയോഗിക്കും? ഏണി ഉപയോഗിക്കും അല്ലേ? ആ, ഏണി ഉപയോഗിക്കും. നിങ്ങളൊക്കെ ഏണിയിൽ ചിലപ്പോൾ വലിഞ്ഞു കയറാറുണ്ടാവും അല്ലേ? കയറരുത് കേട്ടോ, വീണു പോവേ. അപ്പൊ ലാഡർ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് മുകളിലുള്ള സാധനമൊക്കെ എടുക്കാനും അല്ലെ, അങ്ങനെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഏണി. അപ്പൊ ലാഡറിന ഏണി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അല്ലെ? ഏണി ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അടുത്തത് എന്താ കാണുന്നത്? ഇത് എന്താണ് ആഫിയ? നെക്സ്റ്റ് വൺ എന്താണിത്? ഏലം. ഏലം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഏലം കണ്ടിട്ടുണ്ടോ ഷാനെ? ഇല്ല, ഏലക്ക കണ്ടിട്ടില്ല. ഏലം, നമ്മൾ ഏലക്ക എന്തിനാ ഉപയോഗിക്കുന്നേ? ഒരു സുഗന്ധ ദ്രവ്യാണ് അല്ലേ? എന്തിനാ നമ്മൾ ഉപയോഗിക്കുക ഏലക്ക? ഏലക്കൊക്കെ പായസത്തിൽ ഇടാറുണ്ട് അല്ലേ? ആ ഇലയുടെയിലും പായസത്തിലൊക്കെ രുചി കൂടാൻ നമ്മൾ എന്ത് ഇടും? ഏലക്ക ഇടും അല്ലേ? ഏലക്കയിട്ട ചായയൊക്കെ തിളപ്പിച്ച് നമ്മൾ കുടിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഏലം, അതാണ് എന്ത്? ഏലം. ഓക്കെ, ഏലം. നെക്സ്റ്റ് വൺ, അടുത്ത എന്താണ് ധന്ദേവ പിക്ചറിലുള്ളത്? തേർഡ് പിക്ചർ എന്താണ്? ഏലം കഴിഞ്ഞിട്ടുള്ളത് പിക്ചറിൽ എന്താ? എന്താണ്? ഏത്തപ്പഴം. ഏത്തപ്പഴം കണ്ടിട്ടുണ്ടോ മുഹമ്മദ് മർവാൻ? ഉണ്ട് അല്ലെ? എന്താണ് അതിന്റെ കളറ്? ഏത് നിറമാണ് അതിന്? ഇഷിത, ഏത് നിറമാണ് ഏത്തപ്പഴത്തിനുള്ളത്? അതിന്റെ തൊലിക്ക് എന്ത് കളറാടാ ഇഷിത? അൺമ്യൂട്ട് ചെയ്തേ, എന്നിട്ട് പറ. ഏത്തപ്പഴത്തിന് എന്തെങ്കിലും കളർ ഉണ്ടാകാറുണ്ടോ?
ഓക്കെ യെല്ലോ കളർ ഉണ്ട് അല്ലേ? ഇഷിത ഇപ്പൊ ഇട്ട ഉടുപ്പ് കണ്ടോ? അതിന്റെ കളർ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ യെല്ലോ കളറാണല്ലേ? ആ ഏത്തപ്പഴത്തിന് ഇതാ അവിടെ ഋഷിദേവ് കാണിക്കുന്നുണ്ട് ഒരു ബലൂൺ എടുത്തിട്ട്, മഞ്ഞ കളർ ബലൂൺ അല്ലേ? അപ്പൊ മഞ്ഞ കളറാണ് ഏത്തപ്പഴത്തിന്. ഓക്കെ നെക്സ്റ്റ്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്: ഏണി, ഏലം, ഏത്തപ്പഴം. നെക്സ്റ്റ് 7. 7 അറിയോ? 7 ഹർഷാലേ 7 എന്താ? അക്കം. ഓക്കെ നമ്പേഴ്സ് ആണല്ലേ? അതിലൊന്നാണ് 7. 7 അല്ലേ? നിങ്ങളെ മാത്സ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? 7 അതാണ് 7. 7. ഓക്കെ നെക്സ്റ്റ് ഏത്തം അല്ലേ? എന്താണ് റിഹാൻ? ഏത്തം റിഹാനെ ഏത്തം എന്താ? കാന്താണോ ഏത്തം? ഏത്തം ഇടാറെല്ലാം കേട്ടിട്ടുണ്ടോ? എങ്ങനെ ഏത്തം ഇടുക? ഇതാ സായക്ക് കാണിച്ചിരുന്നു. ഇതെന്താ സായക്ക് കാണിച്ചിരുന്നേ? അതാണ് ഏത്തം. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഇതാണ് ഏത്തം. കണ്ടോ? അവൻ എപ്പോ ഏത്തം ഇടാൻ കൊടുക്കാറുണ്ട് തോന്നുന്നു അമ്മ അല്ലേ? പനിഷ്മെന്റ് കൊടുക്കാറുണ്ട് അല്ലേ? ഓക്കെ ഏത്തം. അപ്പൊ അതാണ് അല്ലേ? അപ്പൊ ഏ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് പദങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? ഏണി, ഏലം, ഏത്തപ്പഴം, 7, ഏത്തം. ഓക്കെ എല്ലാരും പഠിച്ചോ വായിക്കാനത്? ഓക്കെ വെരി ഗുഡ്. എല്ലാവരും പഠിച്ചു അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. ഒന്ന് കൈ തൊട്ട് വായിച്ചു നോക്കിയേ. ഏണി, ഏലം, ഏത്തപ്പഴം അല്ലേ? ഏണി നമ്മള് മുകളിൽ കയറാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ? ഏണി. നെക്സ്റ്റ് ഏലം. ഏലം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? പായസത്തിലൊക്കെ നമ്മൾ രുചിക്കെല്ലാം ഇടുന്നതാണ് അല്ലേ ഇത്? ഏലം. പിന്നെയോ ഏത്തപ്പഴം. ഏത്തപ്പഴം നമ്മൾ എല്ലാവരും കഴിക്കാറുണ്ട് അല്ലേ? അതിന്റെ തൊലിക്ക് ഏത് കളറാ? യെല്ലോ കളറാന്ന്, മഞ്ഞ കളറാന്ന് പറഞ്ഞു. പിന്നെ 7 പറഞ്ഞു ഏത്തം. ഓക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ മക്കൾക്കും? അത് നോക്കിയേ, വായിച്ചു നോക്കിയേ എല്ലാവരും. ഓക്കെ ആരാ ഒന്ന് വായിക്കുന്നത്? നവോമി വീഡിയോ ഓൺ ആക്കി. നവോമി, ഇഷിത, നവോമി, ആഫിയ. ഓക്കെ ആഫിയ വായിച്ചോ? ആഫിയ എല്ലാരെയും വായിപ്പിക്കാം കേട്ടോ മിസ്. എന്നില്ലാതെ ഏണി, ഏലം, ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഹനിയ ഫാത്തിമ. ഏണി, ഏലം, ഏത്തപ്പഴം, 7, ഏത്തം. ഓക്കെ നവോമി ടെക്സ്റ്റിലല്ലോ അല്ലേ നവോമിക്ക്? ഫാത്തിമ എം അടുത്ത വായിച്ചോ. ഏത്തം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് മർവാൻ. നവമിക്ക് പുസ്തകം കിട്ടിയല്ലോ അല്ലേ? ഏത്തപ്പഴം 7. ഓക്കെ ഓക്കെ വെരി ഗുഡ്.
നെക്സ്റ്റ് നവോമി വായിച്ചേ. നവോമിക്ക് പുസ്തകം ഉണ്ടല്ലോ. നവോമി വായിച്ചോ. നവമിയോട് വായിക്കാം. വേഗം വായിക്കോളെ. ഫസ്റ്റ് വൺ എന്താ? ഏണി. ആ ആ വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് മുഹമ്മദ് സയാൻ. സയാൻ വായിച്ചോ. സയാൻ അൺമ്യൂട്ട് ചെയ്യ്. ആ ഏത്തം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ജാനകി മനു. വെരി ഗുഡ്. നെക്സ്റ്റ് ഋഷിദേവ്. ഓണാക്കി തന്നെ ഇല്ലേ? ഏണി, ഏലക്കായ്, ഏലം, ഏത്തപ്പഴം, ഏല്, ഏത്തം. ഓക്കെ വെരി ഗുഡ്. റിഹാൻ. റിഹാൻ വായിച്ച. റിഹാനെ. വെരി ഗുഡ്. ഓക്കെ. ധൻദേവ്. ഏണി, ഏത്തം, ഏലം, ഏത്തപ്പഴം, ഏത്തം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് സായക്ക്. സായക്കേ. ഏലം, ഏത്തപ്പഴം, ഏത്തം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷിത. ഇഷിത വീഡിയോ ഓൺ ആക്കി. ഒന്ന് ഓൺ ആക്കിയേ ഇഷിത. നെക്സ്റ്റ് ആരാ വായിക്കാനുള്ള ഇനി? മനു വായിച്ചു, റിഷാൻ വായിച്ചു, മർവാൻ, മുഹമ്മദ് റിഹാൻ. റിഷാൻ വായിച്ചില്ല. റിഷാൻ. ഏണി, ഏലം, ഏത്തപ്പഴം, ഏത്തം, ഏത്തം. വെരി ഗുഡ്. നെക്സ്റ്റ് മാനവ്. മാനവ് ഷൈജു. ഏണി, ഏലം, ഏത്തപ്പഴം, ഏത്തം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഹർഷാൽ വായിച്ചോ. ഹർഷാലേ. ഓക്കെ വെരി ഗുഡ്. ഇനി ആരാ വായിക്കാനുള്ളത്? ഋഷിദേവ് വായിച്ചില്ലേ? എല്ലാരും വായിച്ചു അല്ലേ? ഓക്കെ. മർവാൻ വായിച്ചില്ലേ? മുഹമ്മദ് മർവാൻ വായിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത് നമുക്ക് ഇന്നേതാണ് അക്ഷരം പഠിക്കാനുള്ളത്?
എല്ലാവരും സ്ലേറ്റ് എടുത്തോ? നമുക്ക് എഴുതണ്ടേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ല എന്ന അക്ഷരമാണ് പഠിച്ചത് അല്ലേ? ല. ഓക്കേ. ല ല. ഇതാരാ വരച്ചത്? എന്റെ ബോർഡിലൊക്കെ ആരാ വരച്ചത്? കളഞ്ഞ എല്ലാവരും? മുഹമ്മദ് ഋഷിദേവ് ഉണ്ട്. മുഹമ്മദ് മർവാൻ ആണോ അടുത്തത് വരക്കുന്നത്? ഇല്ല, ശരിക്കും വരക്കാനായിരുന്നുണ്ട്. ഓക്കെ, വരക്കരുതേ. ആരാ ഇവിടെ വരക്കുന്നേ? അടിയാണ് കേട്ടോ. ആ, ഇല്ല അല്ലേ? ലായല്ലേ നമ്മൾ പഠിച്ചത്? എന്നിട്ട് നമ്മള് വലയൊക്കെ എഴുതി നോക്കിയല്ലേ? എങ്ങനെയാ വല എഴുതുക? നമ്മള് വാ പഠിച്ചാണ് അല്ലേ? ഇങ്ങനെ എടുത്തോ, നേരെ എടുത്തോ, മുകളിലോട്ട്. ല. ആ, ല എല്ലാരും പഠിച്ചു. ഓക്കെ. ല. ഓക്കെ, നല്ല വൃത്തിയിൽ എഴുതിയേ മക്കള്. ല ഉണ്ടോ? ഓക്കേ, ഹർഷാൽ എഴുതിക്കോ. വൃത്തി എഴുതണേ കേട്ടോ. എല്ലാരും എഴുതിയ നല്ല വൃത്തിയില്. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇന്ന് പഠിക്കാനുള്ളത്? ഓക്കെ, വെരി ഗുഡ് ജാനകി. എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ? ഇതിൽ എഴുതണ്ട ആരും. അടുത്ത് നമുക്ക് എന്തൊക്കെ എഴുതണ്ട ഇന്ന്? ഇനി ഏതാണ് സയാനെ അടുത്തത്? അടുത്ത അക്ഷരം ഏതാ സയാനെ? ഏത്? മാ അല്ലേ? മായാണ് എഴുതേണ്ടത്. എങ്ങനെ എഴുതണ്ടേ? കുറച്ച് ഇപ്പൊ മാറിയല്ലേ? നമ്മള് പഠിച്ചതിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് വരുന്നത്. റായെല്ലാം വിട്ടു അല്ലേ? അപ്പൊ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാ എഴുതുമ്പോ വേറെ തന്നെയാണ് എഴുതിയത്. അപ്പൊ ഇന്ന് ഇനി ഏതാ? ഓക്കെ, മ. എങ്ങനെ എഴുതിയേ? റാ ഇങ്ങനെ കൂട്ടിയിട്ടാ എഴുതിയത് അല്ലേ? നെക്സ്റ്റ് നേരെ കൊണ്ടുപോയി ഇതിന് മുട്ടിച്ചു. മ ഉണ്ടോ? ഇങ്ങനെ എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു, നേരെ എടുത്തു, ഇവിടെ മുട്ടിച്ചു. ഒന്ന് എഴുതി നോക്കിയേ മക്കളെ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? ദന്തേവേ എവിടെ എന്നാ കിടക്കുവാണോ? എങ്ങനെയാ? നേരെ എടുത്തു, ഇവിടെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇവിടെ മുട്ടിച്ചു. എഴുതി നോക്കിയേ. ഇതിൽ എഴുതേണ്ട ആരും അവനവന്റെ സ്ലേറ്റിൽ എഴുതിയാൽ മതി കേട്ടോ. നവോമി വേഗം വീഡിയോ ഒക്കെ ഓണാക്കിട്ട് എഴുതിയേ. ആഫിയ, മുഹമ്മദ് റിഹാൻ വീഡിയോ ഓണാക്കിയേ. ഗായത്രി അനീഷ്. ഗായത്രി ഇന്ന് ലേറ്റ് ആയോ ഗായത്രി എത്താൻ? ഫാത്തിമ എം, ഹനിയ ഫാത്തിമ, മുഹമ്മദ് മർവാൻ. വേഗം എഴുതെല്ലാവരും അല്ലേ? നല്ല മക്കളും നല്ല മക്കളാണ്. വേഗം എഴുതിയേ. ഓക്കെ, എങ്ങനെയാ എഴുതണ്ടേ? ഇവിടെ എടുത്തു, ഇവിടെ മുട്ടിച്ചു, നേരെ എടുത്തു, ഇവിടെ മുട്ടിച്ചു. എഴുതി നോക്കിയേ എല്ലാവരും. ഓക്കെ, മ. ഓക്കെ, പഠിച്ചോ എല്ലാവരും? മിസ് എഴുതി പഠിക്കേനേ. അതാ ഫസ്റ്റ് എഴുതി നോക്കട്ടെ. ഇപ്പൊ എന്നെ കാണി ഫസ്റ്റ് എഴുതി ഇപ്പൊ റിഹാനൊക്കെ. വെരി ഗുഡ്, നന്നായി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ് അല്ലേ റിഹാനെ? സൂപ്പർ. ഇവിടെ ഹാനിയ ഫാത്തിമ സൂപ്പർ. മർവാൻ പഠിച്ചോ മോനെ? അങ്ങനെ എഴുതി പഠിച്ചതിന് ശേഷം ഒറ്റക്ക് എഴുതിയാൽ മതി അല്ലേ? വേഗം എഴുതിക്കോ. ഒറ്റക്ക് തന്നെ ഒന്ന് എഴുതി കാണിച്ചു എനിക്ക്. എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കിയേ എല്ലാവരും എനിക്ക്.
ഇങ്ങനെ എടുത്തു, ഇവിടെ മുട്ടിച്ചു, നേരെ എടുത്തു. ആദ്യം ഒന്നും സ്റ്റൈൽ ഉണ്ടാവില്ല അല്ലേ? പിന്നെ എഴുതി വരുമ്പോ നേരെ ആയിക്കോളുവേ. എന്തേ മർവാനെ ഒറ്റക്ക് എഴുതി നോക്കിയേ. ആ എങ്ങനെ എടുക്കുന്ന നോക്കിയേ. ഇതാ ഇവിടുന്ന് എടുത്തു. ഇതാ മിസ് വൃത്തിയിലൊന്നല്ല വരുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ എടുത്തു, ഇവിടെ എടുത്തു, ഇവിടെ മുട്ടിച്ചു. പഠിച്ചോ എല്ലാവരും? എത്ര പേര് പഠിച്ചു? എഴുതിയോ ജാനകി? വേഗം എഴുതിയൊന്ന് കാണിച്ചേ. എഴുതിക്കോണിക്ക് മിസ്സുണ്ട് ഒരുപാട് തവണ എഴുതുന്നു. അന്നേരം ഞാനും പഠിക്കുന്നേ ഉണ്ടോ? മാ പറഞ്ഞോണ്ട് എഴുതിയേ. മാ മാ ഹനിയ പഠിച്ചോ? മാ മാ. അപ്പൊ നമ്മൾ ഇന്നത്തെ അക്ഷരദീപം ബുക്കിൽ ഏത് അക്ഷരം എഴുതേണ്ടത്? മാ. ഓക്കേ. ഇതാ ഫാത്തിമ താഴെ 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 കൊറേ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ ആരാ എഴുതിയേ? മർവാൻ എഴുതി. ഒരുപാട് പഠിച്ചു അല്ലേ? മർവാൻ ഒറ്റക്ക് എഴുതാൻ പഠിച്ചോ? ഇനി ശരിയായിക്കോളൂ കേട്ടോ. കുറേ തവണ എഴുതുമ്പോ ശരിയാവും. വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാ? ഇത് ഇവിടെ കുറേ തവണ. ആരാ ഇപ്പൊ ഇതിൽ വരച്ചത്? മുഹമ്മദ് മർവാൻ അല്ലല്ലോ. ആഫിയ, വെരി ഗുഡ്. മല. മായും ലായും ചേർത്ത എന്തായി? മല അല്ലേ? വായിലയോമം വല അല്ലെ? ഇപ്പൊ നമ്മൾ കുറെ അക്ഷരങ്ങള് നമ്മൾ പഠിച്ചതുണ്ട് അല്ലേ? അപ്പോ എങ്ങനെയാ ചേർത്ത് എഴുതുക നോക്കിയേ. ഇതാണ്ടോ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാ റാ എഴുതി ചെറിയൊരു വര വരച്ച് മുകളിലോട്ട്. എന്നിട്ട് ലായും അതിന് ശേഷം നമ്മൾ ലാ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയ എന്തായി? വായും ലായും എന്താ വായിക്കുക ഗായത്രി അനീഷേ? ഗായത്രി അനീഷേ എന്താ ഇത്? വല അല്ലേ? നെക്സ്റ്റ് ഇതിപ്പം ഇതെന്താ? എന്താ റിഹാനെ വായിക്കുക? ഇത് എന്താ റിഹാനെ വായിക്കുക? മായും ലായും കൂട്ടി വായിക്കുക. എന്താ കൂട്ടി വായിക്കുമ്പോ വായിക്കുക റിഹാനെ? മാ അല്ല, മാ ലായും. മല. ഓക്കേ, നെക്സ്റ്റ് നമ്മള് ഇവിടെ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് നമ്മള് താ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യം നമ്മൾ താ പഠിച്ചിട്ടുണ്ടായിരുന്നു. തായും ആദ്യം നമ്മൾ പഠിച്ചായും റായും. എന്താ ആഫിയ വായിക്കുക? എന്താ വായിക്കുക? തറ. വെരി ഗുഡ് അല്ലേ? നെക്സ്റ്റ് നമ്മള് പാ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് റ. എന്താ വായിക്കുക മാനവ ഷൈജു? പറ. വെരി ഗുഡ്. പറ അല്ലേ? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുവേ. ഈ പഠിച്ച അക്ഷരങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവേ. ഇനി നെക്സ്റ്റ് കണ്ടോ? പാ. ഇതെന്താ വായിക്കുക റിഷാനെ? ഇപ്പൊ മിസ് എഴുതിയത് പായും നായും. വെരി ഗുഡ്. പായും നായും കൂടി ചേർത്ത് എന്തായി? പന. ഇതും നമ്മൾ പഠിച്ച അക്ഷരം, ഇതും നമ്മൾ പഠിച്ച അക്ഷരം അല്ലേ? കൂട്ടി വായിക്കുമ്പോ എന്താണ്? പന. അപ്പൊ ഇതുണ്ടോ, നമ്മളിപ്പോ പഠിച്ച അക്ഷരത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് വേർഡ്സ് പഠിച്ചുവേ. വല, മല, തറ, പറ, പന അല്ലേ? ഓക്കെ,
ഇനി എന്താന്ന് ഇനി നമ്മള് പഠിച്ചത് കണ്ടോ? വാ മക്കളെ ഹർഷാലേ വര. വാ നമ്മൾ പഠിച്ചാണ്, രായി നമ്മൾ പഠിച്ചാണ്. വര കണ്ടോ? നമ്മളിപ്പോ ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചു. അപ്പൊ അതെല്ലാം വെച്ച് 2 അക്ഷരങ്ങൾ വെച്ച് എഴുതുമ്പോ എന്താണ്? ഒരു വാക്കായി അല്ലേ? അപ്പൊ നമ്മള് വല പഠിച്ചു, മല പറ, വര, പന. ഇനി ഏതാ ഉള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ ആരെങ്കിലും? ആർക്കാ പറയല്ലേ? സായിക്കുന്നുണ്ടോ ഇനി നമ്മൾ പഠിച്ച അക്ഷരം വെച്ചിട്ട്? റ, ര, ന, ത, വ, പ. തല. വെരി ഗുഡ്. തല. ആരാ ഇപ്പൊ പറഞ്ഞത്? റിഷാൻ. വെരി ഗുഡ് റിഷാൻ. തല അല്ലേ? നമ്മൾ പഠിച്ച അക്ഷരത്തിന് തന്നെയാണ് തായും ലായും. വെരി ഗുഡ് അല്ലേ? നെക്സ്റ്റ് ഇനി ഏതെങ്കിലും അക്ഷരം ഉണ്ടോ ഇങ്ങനെ? അല്ല ഏതെങ്കിലും പദങ്ങൾ പറയാനുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? അൺമ്യൂട്ട് ചെയ്ത് തരാം. നെക്സ്റ്റ് ഏതാ? ഏതെങ്കിലും ഉണ്ടോ? റിഷാനെ അല്ല ഫാത്തിമ, ആർക്കെങ്കിലും ഉണ്ടോ പറയാൻ? നവോമി ഉണ്ടോ? നമ്മൾ ഇത്രയും പദങ്ങൾ പഠിച്ചു. ഇതാ ഇത്ര പോരെ കുറച്ച്. മുഹമ്മദ് സയാൻ ഉണ്ട്. എന്താ സയാൻ പറഞ്ഞോ? അൺമ്യൂട്ട്. വര. വെരി ഗുഡ്. വര എഴുതി. നെക്സ്റ്റ് പദ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് മക്കളാണേ. പദ. പന പറഞ്ഞു. പദ. പദ. നെക്സ്റ്റ് എന്താണെന്നറിയോ? നര അല്ലേ? ഒരുപാടുണ്ടല്ലേ? പദ പറഞ്ഞു. അപ്പൊ ഒന്ന് ഇപ്പം നമ്മളോട് സയാൻ പറഞ്ഞത് അതാ. നെക്സ്റ്റ് എന്താണെന്നറിയോ? നര. നമ്മൾ പഠിച്ചതിൽ തന്നെ ഒരു വേർഡ്സ് കൂടെ കിട്ടി. എന്ത്? നര അല്ലേ? ആയും രായും നമ്മൾ പഠിച്ചാണ്. നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ? ഏത് മക്കൾക്ക് വേണമെങ്കിലും പറയാം. ഉണ്ടോ? നമ്മളിപ്പോ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് ഉണ്ടോ? ഇനി എന്താ വേണമെങ്കിൽ ഇത് എഴുതാം. എന്ത്? മറ. നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു, റാ പഠിച്ചു. മറ അല്ലേ? നെക്സ്റ്റോ ലാ പഠിച്ചു, താ പഠിച്ചു. എന്താ വായിക്കുക അന്നേരം? ഇത് നവമി എന്താ വായിക്കുക? ലായും തായും. എന്താ വായിക്കുക നവമി? ലത. വെരി ഗുഡ്. ലത അല്ലേ? ലത പേരാണല്ലേ? നിങ്ങളെ ആരെങ്കിലും അമ്മമാരുടെ പേരുണ്ടോ? ലത. ഇങ്ങനെ എഴുതണ്ട് ലത. നിങ്ങൾ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയേ. ലത. നെക്സ്റ്റ് എന്താ? ഇനി നമുക്ക് വേണമെങ്കിൽ പറവ. നമ്മൾ പാ പഠിച്ചു, റാ പഠിച്ചു. നെക്സ്റ്റ് എന്താ വായിക്കുക? എന്താ ഫാത്തിമ? എന്താ ഇത് വായിക്കുക? ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ ഫാത്തിമ. എന്താ ഇത് വായിക്കുക? പറവ. അപ്പൊ പാ നമ്മൾ പഠിച്ചാണ്, റാ പഠിച്ചാണ്, വാ. പറവ. കണ്ടോ? നമ്മളിപ്പോ പഠിച്ച അക്ഷരത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വാക്കുകൾ ഉണ്ടാക്കി അല്ലേ? നിങ്ങൾ തന്നെ ഉണ്ടാക്കി. പറവനറിയില്ലേ? പക്ഷിയെ പേരുവാണല്ലേ? ലത, മറ, മര, പദ, പന, മല, മല, തല. ഇനി ഉണ്ടോ? റവ. വെരി ഗുഡ്. റവ.
ഓക്കെ വെരി ഗുഡ്. റവ. റവ അല്ലെ, റായും വായും. ഉണ്ടോ ഇനി എന്തെങ്കിലും? ഇനി ആർക്കെങ്കിലും റവ നരി മനസ്സിലാവുന്നുണ്ടല്ലേ മക്കൾക്ക്? ഒരുപാട് പേര് പറഞ്ഞു. ഓക്കേ, റവ. ഇനി എന്താ? ഇനി എന്തെങ്കിലും ഉണ്ടോ അക്ഷരം? അപ്പൊ തറ എഴുതാ, നമുക്ക് പന എഴുതാ, വല എഴുതാ, മല എഴുതാ, വര എഴുതാ. പിന്നെയോ പറ, പത, മറ, നര, നെക്സ്റ്റ് ലത, പറവ. 3 വേർഡ്സുകൾ നമ്മൾ പഠിച്ചു. 3 അക്ഷരങ്ങൾ അല്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ അത്? അപ്പൊ ഈ പഠിച്ച അക്ഷരത്തിൽ നമ്മൾ എന്തൊക്കെ ഇനി എന്താണ്? ആഫിയൊക്കെ എന്തോ പറയാണ്ടല്ലോ, പറഞ്ഞോ. പന. ഓക്കെ, പന നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? പന. വന. പന. പന. പന അല്ലേ? മന. ഓക്കെ, വെരി ഗുഡ്. മന. ഓക്കെ, നെക്സ്റ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് വരികൾ നമ്മൾ പഠിച്ചു. ഒരുപാട് പഠിച്ചു അല്ലേ നമ്മള്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊറേ ഈ അക്ഷരങ്ങൾ വെച്ച് ഒരുപാട് പദങ്ങൾ ഉണ്ടാക്കണേ. ഈ അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ ഒരുപാട് പദങ്ങൾ. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം നിങ്ങള് എല്ലാവരും നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് റാ, രാ, നാ, താ, പ, പിന്നെയോ ലാ, മ. ഇത്രയും അക്ഷരങ്ങൾ വെച്ച് ഒരുപാട് പദങ്ങൾ മക്കള് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരും എഴുതാൻ പഠിക്കണേ. സൂപ്പർ. ഇന്ന് നമ്മള് പഠിച്ചത് എന്താണ്? മാ എന്ന അക്ഷരമാണ് അല്ലെ? മാ. ഒന്നുകൂടെ മിസ് ചെയ്താ. ഇതൊക്കെ നമ്മള് അത് വെച്ച് ഉണ്ടാക്കിയ പദങ്ങളല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് ഏതാ? മ. വൃത്തി എഴുതാൻ പഠിക്കണേ. വ, മ അല്ലെ? ഇവിടെ മുക്കണം ശരിക്കും. മ അല്ലേ? മ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അക്ഷരദീപത്തിൽ ഇന്നത്തെ ഹോംവർക്ക് എന്താ മക്കൾക്ക്? മായാണ് അല്ലേ? അപ്പൊ അക്ഷരദീപത്തിൽ എഴുതുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങള് ചൂലൻ ബുക്കിലൂടെ എഴുതണം കേട്ടോ. ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അതിന്റെ എക്സാം ഉണ്ട് അല്ലേ? എക്സാം ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഓഗസ്റ്റില്. എല്ലാവരും എന്ത് ചെയ്യണം? നല്ലതുപോലെ ഇത് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? എസ് ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. എല്ലാവരും പഠിക്കുന്നില്ലവരെല്ലാം ഒന്ന് കൈ കാണിച്ചേ മിസ്സിനെ. വെരി ഗുഡ്. എല്ലാവരും നല്ല മക്കളാണല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഏതാണ്? ഏന്നുള്ള അക്ഷരം പഠിച്ചു അല്ലേ? അതിൽ ഏണി, ഏലം, ഏത്തപ്പഴം, വേർഡ്സുകളും അവിടെ പഠിച്ചു. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ച് പഠിക്കണം അത്. അതുപോലെ തന്നെ ഈ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കണം. ദിവസവും സ്ലേറ്റ് എടുത്തിട്ട് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചതിന് ശേഷമാണ് നമ്മള് അക്ഷരദീപം എഴുതേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് 2 ലൈൻ ബുക്ക് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നല്ലതുപോലെ പഠിക്കും അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും വിശന്നോ? ഓക്കെ. ഓക്കെ, ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പഠിത്തം വിട്ടു ഇനി അല്ലേ? ഇനി അത്രേ ഉള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ. ആയോ? ഓക്കെ, അപ്പൊ ബൈ. കഴിഞ്ഞു കേട്ടോ സമയം. അടുത്ത ക്ലാസ് തുടങ്ങാൻ സമയമായി മക്കളെ. ബൈ, സി യു, ബൈ. നമ്മൾ വൈകിട്ടില്ല.